എടി എനി ആ എന്ത് പറ്റി മോം? ശരി ലേറ്റായി വാ, 9 മണിയായി, ഡിന്നർ കഴിക്കട്ടെ. ശരി മോം, ഡിന്നർ കഴിക്കുന്നു. ഈ ഡ്രസ് ഓക്കെ യൂണിഫോം പക്ഷേ ഇഷ്ടം എന്താ അവൾ റെഡി ആയിട്ടുണ്ട്. ശരി ആൻറ്റി എന്താ എന്താ മോളെ വാ. ശരി അവളുടെ ഈ ഡിന്നർ കഴിച്ചോ? ഇല്ല, ഞാൻ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. ഡിന്നർ ഇവിടെ വേണം? വേണ്ട ഞാൻ ഡിന്നർ ഓൾറെഡി കഴിച്ചു. ശരി ഓക്കെ. ഞാൻ എന്ത് പറ്റി ഫാത്തിമ? സുഖം തന്നെ? സുഖം തന്നെ. ഞാൻ പൂജനെ വിളിക്കാൻ പോവാം, അവളോട് ഇറങ്ങാൻ പറയാം. ശരി ഓക്കെ മോളെ. മമ്മി എൻ്റെ ഫ്രണ്ട് ഫാത്തിമ വന്നു. പൂജൻ്റെ വീട്ടിൽ പ്രിയൻ്റെ വീട്ടിൽ പോയി. ശരി മോം. ശരി ഓക്കെ, സൂക്ഷിച്ച് പോണം. ശരി മോം. എന്ത് കഷ്ടം. എടി ഹലോ. ശരി ഡാഡ്. എന്ത് പറ്റി? മുംതാസിൻ്റെ ഡാഡി എന്ത് പറ്റി? നിങ്ങൾക്ക് എന്താ ടെൻഷൻ? ഒന്നുമില്ല, നമുക്ക് ഡൽഹിക്ക് പോകണം. വന്ന പിന്നെ പോവാം. ശരി. ഹലോ, പ്രിയൻ്റെ അച്ഛല്ലേ? അതെ. നിൻ്റെ കുട്ടി ഡൽഹിക്ക് പോകണം. വീട്ടിലേക്ക് വാടാ. ശരിടാ. പൂജാൻ്റെ അച്ഛക്ക് മോൾ വെച്ചത് അങ്ങനെ ഓരോ നാൾ. എടി ഫാത്തിമ എന്തടി? വാടി നമുക്ക് പോവാം. ശരിടി. ബസ് ഇടി മിസ്സായില്ല, ബാക്കി രക്ഷപ്പെട്ടടി. ഇല്ല, ബസ്സിൽ പുറകിൽ ഓടണം. അങ്ങനെ ക്ലാസ്സിൽ എത്തി. ഹായ് പ്രയാസ്. ഹായ്. എന്ത് പറ്റി? ഇല്ലടി, ഒരു പ്രോബ്ലം ഇല്ല. അതെ. ടീച്ചർ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മാം. ശരി ഓക്കെ. ഇന്ന് നിങ്ങൾ ഈ നോട്ട് ബുക്കിൽ മൊത്തം നാളെ നിങ്ങൾ ചെയ്ത് വരണം. മാഡം നാളെ? ഇല്ല കുട്ടികളെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നാളെ നിങ്ങൾ വേഗം വരണം. നാളെ ക്ലാസ് ഒന്നുമില്ല മാം. അത് എല്ലാ കുട്ടികളും നാളെ നിങ്ങൾ അയച്ചാൽ മതി. ഇത് നാളെ 10 ദിവസം ക്ലാസ് ഇല്ല മാഡം. നാളെ ക്ലാസ് ഇല്ലാതെ. ശരി, ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ശരി കഴിഞ്ഞ് വന്നാൽ മതി. ശരി മാം. എടി ക്ലാസ്സെല്ലാം ബോറിങ്, വീട്ടിൽ നടക്കുന്നത്. എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു പ്രോബ്ലമായി. നമുക്ക് ഇവിടേക്ക് ഡൽഹിക്ക് പോകണം. ഡൽഹിയിൽ നമ്മൾ എവിടെ ദൂരം സ്ഥലത്ത് പോയേ പറ്റൂ. ഇപ്പോൾ അവൻ്റെ ഒരു ടോർച്ചർ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളെ കുട്ടികൾക്ക് പ്രോബ്ലം കഷ്ടമാകും. എന്ത് പറ്റി? പ്രോബ്ലം? അതെ നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യാം? ശരി ഓക്കെ. ഇപ്പോൾ നമുക്ക് സ്ഥലം മാറ്റണം. ശരി ഓക്കെ, സ്ഥലം മാറ്റാം. ഓക്കെ. ശരി, കുറച്ച് ദിവസം അവരെ വേറെ സ്ഥലത്ത് ഞാൻ മാറ്റുകയാണ്. ടീച്ചറെല്ലാം ഞാൻ മേങ്ങി ക്ലാസ്സിനെ അവിടെ മേങ്ങി കഴിഞ്ഞു. ഓക്കെ. നമ്മളെ കുട്ടികളെ വേറെ സ്ഥലത്ത് പഠിപ്പിക്കുക, നമ്മൾ വേറെ സ്ഥലത്ത്. എടാ ഇപ്പം എന്തുള്ള പ്രോബ്ലം? ഒന്നുമില്ലടാ. ഈ വീട് ആരാ? ഇല്ലടാ, വീട് ഇല്ലടാ, നമ്മളിപ്പോൾ ഉള്ള വീട് ഗവൺമെൻറ്റിന് ചെന്നാൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലടാ. ഉള്ള പ്രോബ്ലം നമ്മൾ എന്താ ചെയ്യുക? നീ ഓർത്ത് നോക്കടാ മച്ചാൻ. അവനെ ഇറങ്ങിയാൽ നമുക്ക് പ്രോബ്ലം ഇല്ലടാ. അവനെ കുറിച്ച് നിനക്കറിയില്ലേ? നമ്മളെ കുട്ടികളെ അവൻ വിടില്ല. ടോട്ടൽ 108 കുട്ടികൾ അവനെ കിഡ്നാപ്പ് ചെയ്തായിരുന്നു. അതിൽ നമ്മളെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്താൽ എന്ത് ചെയ്യുക? നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് മാറണം. എടി അത് എന്താ പറയുക? അതെ, നമ്മളെ കുട്ടികളെ മേലെ അവനക്ക് ഭയങ്കര കണ്ണ്, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറണം. ശരി ഓക്കെ. അവനക്ക് എത്ര പറഞ്ഞ് മനസ്സിലാവില്ല. ശരി ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോവാം. ശരിടാ. അവർ ഇറങ്ങാൻ 4 വരെ ഇറങ്ങുന്ന മുമ്പ് ഇവിടുന്ന് മാറ്റണം. ഇവർക്ക് 2 പേർ മാരേജ് ആയി പറ്റും. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ശരി ഓക്കെ. മമ്മി ഡാഡി എന്ത് പറ്റി? നിങ്ങൾക്ക് എന്താ മമ്മി ഡാഡി ക്ലാസ് വന്നാൽ നമുക്ക് പോകണം. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ. മമ്മി ക്ലാസ് കഴിഞ്ഞു. ഇപ്പം നിങ്ങളെന്താ പറഞ്ഞാൽ? ഇല്ല മോളെ, നിങ്ങൾ ഇറങ്ങിയോ? മമ്മി യൂണിഫോമാ? അതൊന്നുമില്ല, നിങ്ങൾ വേഗം ഇറങ്ങിക്കോ. മമ്മി ഞാൻ യൂണിഫോമിൽ എങ്ങനെ മമ്മി ഇറങ്ങാം? നമുക്ക് ഡൽഹിക്കാണ് പോകുന്നുള്ളൂ. മമ്മി അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഡ്രസ്സ് മമ്മി സാറില്ല, വണ്ടിയിലേക്ക്. എന്തടി നടക്കുന്ന അറിയില്ലടി. നിങ്ങൾക്ക് 4 ആൾക്ക് ലാപ്ടോപ്പ് ഞങ്ങൾ മേടിച്ച് വെച്ച്. മമ്മി അത് ശരി, നമുക്കിവിടെ നിന്ന് പോവാം. ശരി മോം. ഡൽഹിക്കാ? എന്നേ മമ്മി?
എടി മച്ചേ പൂജ എന്തടി എടി ഡൽഹിക്ക് മുമ്പേ പറഞ്ഞ ഡൽഹി BTS നെവർ വരണടി, നമുക്ക് അവിടേക്ക് പോവാം. എടി മച്ചി അതെന്താ പറഞ്ഞു കേൾക്കടി, നമുക്ക് പോവാം. ശരിയടി. വാവ് എടി ഫാൻ മീറ്റിംഗ് ആണ്, അതെന്താ ചെയ്യാം എടി, ഫാൻ മീറ്റിംഗ് ആണെടി. എന്താ ചെയ്യാം, അതൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ എന്താ ചെയ്യുക, അതൊക്കെ ഒരു കാര്യം. മച്ചി ഫാൻ മീറ്റിംഗ് എടി ഓട്ടോഗ്രാഫെല്ലാം വാങ്ങിയ ഇല്ലടി, നിങ്ങൾ പോയിട്ട് പാടി, ഞാൻ സോങ്സ് എല്ലാം നോക്കാം. വാവ് സോങ്ങെല്ലാം സൂപ്പർ അടി, ഡാഡിയും BTSും സോങ്ങെല്ലാം മൂല നോക്കിയായിരുന്നു. ശരി ഓക്കെ. എടി നന്നായിട്ട് കളിക്കാടി, സുഖമെല്ലാം ക്യൂട്ടായിട്ടുണ്ടല്ലോടി. എടി പൊടി നീ ഒന്നും പറയാം, ഞാൻ ചെമ്മീൻ്റെ സൈറ്റ് അടിക്കാം. പൂജ നീ ചെമ്മീൻ്റെ സൈറ്റ് അടിക്കാം, പിന്നെന്തടി. ശരിയടി. ഹലോ മോം, എന്ത് പറ്റി? ശരി മോം, ശരി. ആരത് പോകുന്നത്? ഇവരൊന്ന് പിടിച്ചാൽ അയ്യോ കിഡ്നാപ്പ് ചെയ്യാം. ഇത് അയ്യോ പോലീസ് എല്ലാം ഓടി. സാർ അയ്യോ ഇയാൾക്ക് എന്ത് പറ്റി? ആരാന്നറിയില്ലല്ലോ. ഈ ഡ്രസ്സ് എവിടെ കൊണ്ട് പോലെ തോന്നുക. ഡാഡി എന്ത് പറ്റി മോളെ? ഇത് ഇയാൾക്ക് മയങ്ങി വീണു ഡാഡി, അതുകൊണ്ട് നമുക്ക് ഇവിടെ വീട്ടിലെ കൊണ്ടുപോകാം. ശരി. ഡോക്ടർ ചെക്ക് ചെയ്തു. ഏട്ടാ എന്ത് ചെയ്യാം, ഇപ്പം മയങ്ങി വീണു. ഡോക്ടർ ചെക്ക് ചെയ്തു. അയ്യോ ഇവർക്ക് ഡ്രഗ് കൊടുത്തിന്. എന്ത് 10 മിനിറ്റ് ഡേറ്റ് പറയാം. ഡ്രഗ് കൊടുത്തായിരുന്നു, അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാം, ഒരു പെൺകുട്ടിയെ സെറ്റ് ചെയ്യണം അത്ര. ഡ്രസ്സ് കളഞ്ഞു. എന്ത് പറ്റി? ഡ്രഗ് കൊടുത്തായിരുന്നു, ഇപ്പം എന്ത് ചെയ്യാം, അതൊക്കെ ഒരു വഴിയില്ല. എൻ്റെ മോകൾ അയക്കുക.